എങ്ങോട്ടാ ബോബി കടിക്കും? ഡിസ്റ്റർബ് ചെയ്യാൻ ഫസ്റ്റ് കുറച്ച് ഞാൻ ഓണാക്കാൻ മറന്നു. ആ ശരി, ചെറുതായിട്ട് ഇതാരയച്ചതറിയോ? പുഞ്ചിരിച്ചേ, ചിരിക്കണോ? ചിരിക്കില്ല. നോ. കുഞ്ഞിങ്ങനെ നോ പറയാ. ഡ്രസ്സൊക്കെ അവിടെ ആകെ ഇതായി. ഇപ്രാവശ്യത്തെ രാവുവിൻ്റെ ബർത്ത്ഡേ എൻ്റെ വീട്ടിൽ പോയിട്ട് സെലിബ്രേറ്റ് ചെയ്യാനാണ് ഞങ്ങൾ പ്ലാൻ ഇട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങി നേരെ സെലക്സ് മാളിൽ പോയി. അപ്പോൾ ഞങ്ങൾക്ക് ഭയങ്കര വിശപ്പുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ ബർഗർ കിങ്ങിൽ കയറിയിട്ട് ബർഗറും ഷെയ്ക്കും ഒക്കെ കുടിച്ചു. ഇനി നേരെ രാവുവിൻ്റെ മുടി വെട്ടിക്കണം. രാവുവിൻ്റെ മുടി വെട്ടിയിട്ടാണെങ്കിൽ ഇപ്പോൾ ഒന്ന് 2-3 മാസമായിട്ടുണ്ട്. മുടി നന്നായി നീളം വെച്ചിട്ടുണ്ട്. അപ്പം ഇനി അതൊക്കെ ഒന്ന് വെട്ടി ഒതുക്കി അവനെ ഒന്ന് കുട്ടപ്പനാക്കണം ബർത്ത്ഡേയുടെ അന്നേക്ക്. പോവാം. അങ്ങനെ എല്ലാവരും കൂടി ഫുഡൊക്കെ കഴിച്ചു. അപ്പോൾ ഞങ്ങൾ ഓർഡർ ചെയ്തതിൽ ഒരു ഐസ്ക്രീമും അതേപോലെ ബ്രൗണിയൊക്കെ ആയിട്ടൊരു സംഭവം ഉണ്ടായിരുന്നു. പക്ഷെ അത് രാവുണ്ണിക്ക് വലിയ ഇഷ്ടമായില്ല. അപ്പുറത്തെ ടേബിളിൽ ആ ഒരു ഐസ്ക്രീം കഴിക്കുന്നത് കണ്ടപ്പോൾ അവന് ഐസ്ക്രീം വേണമെന്ന് പറഞ്ഞു. അങ്ങനെ 2 ഐസ്ക്രീമൊക്കെ വാങ്ങി ഞങ്ങൾ നേരെ പാർലറിന് അങ്ങോട്ട് പോയി. പക്ഷേ പാർലർ അടയ്ക്കാൻ നോക്കുമായിരുന്നു. അപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് വെട്ടാൻ പറ്റിയില്ല. പിന്നെ വേറൊരു ഷോപ്പിൽ പോയിട്ടാണ് ശരിക്ക് ഹെയർ കട്ട് ചെയ്തത്. Babu, look there. അവിടെയാണെങ്കിൽ ക്രിസ്മസ് ട്രീയും അതേപോലെ കൂടൊക്കെ ഒരുക്കി വെച്ച് സെറ്റാക്കിയിട്ടുണ്ട് അവർ. സാൻഡേനൊക്കെ വെച്ചിട്ടുണ്ട്. രാവു ആണെങ്കിൽ അതൊന്നും കണ്ടിട്ട് രാവുവിന് അടങ്ങിയിരിക്കാൻ പറ്റണില്ല. എല്ലാം പിടിച്ച് വലിക്കാനൊക്കെ പോകുന്നുണ്ട്. പിന്നെ പതുക്കെ രാവുവിനെ അവിടെ നിന്ന് അങ്ങോട്ട് വിളിച്ചു. പിന്നെ രാവുവിൻ്റെ ഹെയർ കട്ട് ചെയ്തു. അതേപോലെ കണ്ണേട്ടനും താടിയൊക്കെ ഒന്ന് സെറ്റ് ചെയ്യാനുണ്ടായിരുന്നു. അതെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ പിന്നെ നേരെ വീട്ടിലേക്ക് ഇറങ്ങി. ഞാനാണെങ്കിൽ കുറേ ദിവസമല്ല, മാസങ്ങളായി ഞാൻ വീട്ടിലേക്ക് പോയിട്ട്. അമ്മയും സിസ്റ്ററൊക്കെ ഇടയ്ക്ക് ഇങ്ങോട്ട് വരുന്നല്ലാതെ ഞാൻ എടപ്പാളിൽ പോയിട്ട് 3-4 മാസമൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ കുറേ മാസത്തിന് ശേഷം പോകുമ്പോൾ ഭയങ്കര ഒരു എക്സൈറ്റ്മെൻ്റ് ഉണ്ട്. പിന്നെ രാവുണ്ണിയുടെ ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യാനും കൂടിയിട്ടല്ലേ. അപ്പോൾ കുറേ ഒരുക്കങ്ങളും കാര്യങ്ങളൊക്കെ ചെയ്യാനൊക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനെ അത്യാവശ്യം കുറേ ദൂരമുണ്ട്. 10-40 കിലോമീറ്ററൊക്കെ ഉണ്ട്. ഇപ്പോൾ വെക്കേഷൻ ആയതുകൊണ്ട് വീട്ടിലാണെങ്കിൽ കസിൻസിൻ്റെ പിള്ളേരും ഒക്കെ ഉണ്ടാവും. അപ്പോൾ ഇവർക്കാണെങ്കിലും പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല രസമായിരിക്കും. അങ്ങനെ ഞങ്ങൾ വീട്ടിലെത്തി. അമ്മയാണെങ്കിൽ ഞങ്ങൾക്ക് ഫുഡൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ കണ്ണേട്ടൻ ന്യൂ ഇയർ സെലിബ്രേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പിന്നെ തിരിച്ച് പോയി. അപ്പോൾ അമ്മയാണെങ്കിൽ ചിക്കൻ കറിയും ചിക്കൻ ഫ്രൈയും കപ്പയും ഒക്കെ വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ രാവു ആണെങ്കിൽ പിന്നെ വരുന്ന വഴിയിൽ ഉറങ്ങി. രാവുവിനെ നേരെ കൊണ്ടുപോയി ബെഡിൽ കിടത്തി. കുഞ്ഞു ഉറങ്ങിയിട്ടുണ്ടായിരുന്നു. പക്ഷെ വീട്ടിലെത്തിയപ്പോൾ അവൾ ഉണർന്നു. അവളാണെങ്കിൽ പിന്നെ ഒറ്റയ്ക്ക് ഓരോന്നൊക്കെ പെറുക്കി കഴിച്ച് അങ്ങനെ ഞങ്ങൾ കിടന്നുറങ്ങി. പിറ്റേ ദിവസം രാവിലെയാണ് രാവു ഇവിടെ എത്തി എന്നുള്ള വിവരം അറിയണത്. അപ്പോൾ ആദ്യം അവന് ഇത് എവിടെയാന്നുള്ളൊരു രീതിയിലായിരുന്നു അവൻ പെരുമാറിയിരുന്നത്. പിന്നെ നേരെ പുറത്തൊക്കെ വന്നപ്പോൾ അവന് ഭയങ്കര സന്തോഷമായി. അവൻ ഡാൻസൊക്കെ കളിക്കുക. പിന്നെ ഒരു ചെറിയ പപ്പിക്കുട്ടിയുണ്ട്. അതിനെ കാണാൻ വേണ്ടി പോവുക, അതിനെ തൊടാൻ വേണ്ടി പോവുക, അങ്ങനെയൊക്കെ ആയിരുന്നു. എന്താ പാവ കഴിക്കണേ? പുട്ട്. എന്താ കറി? എന്ത് കറിയാ? അതെന്താ? പൊട്ടീറ്റോ? യമ്മി. രാവിലെ ഇഷ്ടല്ലേ?
എരിവുണ്ടോ? വെള്ളം വേണോ? എങ്ങോട്ടാ? ബോബി കടിക്കും. ആ ആ ബോബു. ബോബു കടിക്കൂട്ടാ. കുഞ്ഞാണെങ്കിൽ ഞാൻ പപ്പീനെ തൊടുന്നത് കണ്ടിട്ട് അവൾക്ക് തൊടാൻ വേണ്ടിയിട്ടും ഉമ്മ വെക്കാൻ വേണ്ടിയിട്ടൊക്കെ അവള് വരുന്നത്. പക്ഷേ കുഞ്ഞിക്ക് ഇഷ്ടമുള്ള പോലെ പപ്പിക്ക് കുഞ്ഞിനെ ഇഷ്ടമില്ല. കാരണം ഇവരൊക്കെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആരും പപ്പീനെ മൈൻഡ് ചെയ്യില്ല. അപ്പൊ പപ്പിക്ക് ഇവരെന്നെ ഒന്നും കാണുന്നത് വലിയ ഇഷ്ടമൊന്നുമില്ല. അങ്ങനെ പിന്നെ ചേട്ടന്മാരൊക്കെ വന്നപ്പോൾ ഇവർക്ക് ഭയങ്കര സന്തോഷമായി. അവര് കുറേ നേരം കളിക്കലും പിന്നെ കുഞ്ഞിനെ സൈക്കിളിന്മേൽ കൊണ്ടുപോകലൊക്കെ ആയിരുന്നു. കുഞ്ഞാണെങ്കിൽ പിന്നെ സൈക്കിളിന്മേന്ന് ഇറങ്ങിയിട്ടേ ഇല്ല. 24 മണിക്കൂറും സൈക്കിളിന്മേന്ന് പറയണ പോലെ ഇവരാണെങ്കിൽ വീടിന്റെ ചുറ്റോരട്ടിട്ട് ഇവരെന്നെ കൊണ്ടുപോകും. അതുകൊണ്ട് ഇവൾക്ക് നല്ല രസം. ഇവര് കൊണ്ടുപോകാൻ അങ്ങനെ ആളുകളുണ്ടല്ലോ. അപ്പോൾ ഇവളിങ്ങനെ ഇവരുടെ കൂടെ ഇങ്ങനെ ഈ വീടിന്റെ ചുറ്റോരം കറങ്ങൽ തന്നെയായിരുന്നു ഇവരുടെ പരിപാടി. അതൊക്കെ കഴിഞ്ഞ് ഞങ്ങളൊക്കെ ഒന്ന് കുളിച്ച് ഫ്രഷായി എല്ലാ വീട്ടിലൊക്കെ ഒന്ന് പോവാന്ന് വിചാരിച്ചു. പാപ്പന്മാരുടെയും വല്യച്ഛന്മാരുടെയും ഒക്കെ. അങ്ങനെ ഞാനും കുഞ്ഞും കൂടിയിട്ടൊക്കെ ഇറങ്ങി. കുഞ്ഞാണെങ്കിൽ ഇറങ്ങുന്ന സമയത്ത് ദോശയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. ദോശയൊന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. അമ്മ കുറേ അങ്ങനെ ഇങ്ങനെയൊക്കെ കൊടുക്കാൻ നോക്കി. അമ്മ എൻ്റെ അടുത്ത് പറയും, കുട്ടിക്ക് ഇങ്ങനെ കൊണ്ട് നടന്ന് കൊടുക്കണം, അങ്ങനെ കൊടുക്കണം, ഇങ്ങനെ കൊടുക്കണം, എന്നാലേ കഴിക്കുള്ളൂ. ഈ അല്ലാതെ ഇങ്ങനെ കഷ്ടപ്പെടാതൊന്നും ചിലപ്പോൾ കുട്ടികൾ കഴിക്കില്ല എന്നൊക്കെ പറയും. എന്നിട്ട് അമ്മ കൊടുക്കാൻ നോക്കിയിട്ട് കുട്ടിയാണെങ്കിൽ കഴിക്കണം തന്നെ ഉണ്ടായില്ല. പക്ഷെ അത് കഴിഞ്ഞ് പാപ്പൻ്റെ വീട്ടിൽ വന്നപ്പോൾ അവിടുന്ന് മേമ്മ കൊടുത്ത ഉപ്മാവും പപ്പടും അതും ഇതൊക്കെ ആയിട്ട് ഇങ്ങനെ ഓരോന്ന് കഴിക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് വേറെ വീട്ടിൽ പോയപ്പോൾ അവിടുന്ന് ചപ്പാത്തിയൊക്കെ അവള് കഴിച്ചു. കയ്യിന്നൊക്കെ മേടിച്ച് കഴിക്കുന്നവള്. പപ്പടം തേത്തി തടിക്ക് ചെയ്തിരിക്കണേ. വേണ്ടടാ, അതിനെ ഡിസ്റ്റർബ് ചെയ്യണ്ട. അത് പാവല്ലേ. ഞാൻ നോക്കുമ്പോ മാവിന്റെ മേലൊരു പൂവ് നിൽക്കണു. അപ്പൊ ഇതെന്തത് ഇങ്ങനെയെന്ന് ഞാൻ വിചാരിച്ചു. വല്യമ്മയ്ക്കാണെങ്കിൽ ഈ തുണിയൊക്കെ തിരിച്ചിട്ടും അതേപോലെ പ്ലാസ്റ്റിക് പേപ്പറൊക്കെ വെച്ചിട്ട് വല്യമ്മ ഓരോ പൂവുണ്ടാക്കിയിട്ട് ഓരോന്നും കെട്ടിയിടും. ഞാൻ ആദ്യം വിചാരിച്ചു അങ്ങനെയാണെന്ന്. പക്ഷെ അതല്ല, ശരിക്കുള്ള പൂവാണ്. നല്ല ഭംഗിയുണ്ട് കാണാൻ വേണ്ടിയിട്ട്, നല്ല റെഡ് കളറില്. അങ്ങനെ ഞങ്ങൾ എല്ലാ വീട്ടിലും പോയി. ഇതാണ് ഞങ്ങളെ വീട്ടമ്പലം. പിന്നെ ഞങ്ങൾ നേരെ തിരിച്ച് വീട്ടിലേക്ക് പോയി. ഫുഡ് കഴിക്കാനുള്ള സമയമുണ്ട്. ഞങ്ങളെ പണികളൊന്നും കഴിഞ്ഞിട്ടില്ല. അപ്പോൾ ഫുഡിന്റെ കാര്യങ്ങൾ നോക്കാണ്ട്. ഞങ്ങളപ്പോൾ വേഗം, ഞങ്ങളല്ല അമ്മ വേഗം ഇടിച്ചക്ക ഉണ്ടായിരുന്നു. അപ്പോൾ ഇടിച്ചക്ക വെച്ചിട്ട് ഉപ്പേരിയും ഉണ്ടാക്കി. പിന്നെ ഫിഷ് ഫ്രൈയും മാന്തള്, ഞങ്ങളിവിടെ മാന്തള് എന്നാ പറയാ. അത് ഞങ്ങളെ ഫേവറേറ്റ് ആണ്. പിന്നെ അച്ചാറും. പിന്നെ കറിയൊന്നും വെക്കാൻ നിന്നില്ല, ഇല്ലെങ്കിൽ ലേറ്റ് ആവും. പിന്നെ രാവുണ്ണിക്ക് അച്ഛൻ ഒരു ഗിഫ്റ്റ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിന് മുന്നേ ബർത്ത്ഡേക്ക് വേണ്ടിയിട്ട് തന്നെയാണ്. പക്ഷെ ഒരു മാസം മുന്നേ അവൻ്റെ കിക്ക് സ്കൂട്ടർ വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഇപ്പോൾ അവന് വേറൊരു ഗിഫ്റ്റ്, ഇത് ഒരു ടെൻ്റാണ്. വീട്ടിൽ ടിവി വാങ്ങിയ സമയത്ത് അതിൻ്റെ ഒരു കാർഡ്ബോർഡ് ബോക്സ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ രാവുണ്ണിയും കുഞ്ഞാണെങ്കിൽ അതിൻ്റെ ഉള്ളിൽ കയറിയിരിക്കുക. അതേപോലെ ഞാൻ അപ്പോൾ ഇത് കണ്ടപ്പോൾ ഞാനൊരു ചെറിയ കുട്ടിപ്പേരെ പോലെയൊക്കെ ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ പോയിരിക്കുക. അപ്പോൾ അവർക്ക് ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ എനിക്ക് മനസ്സിലായി, ഒരു ടെൻറ്റ് വാങ്ങി കൊടുത്തിട്ടുണ്ടെങ്കിൽ അവർ കുറേ നേരം അതിൻ്റെ ഉള്ളിലൊക്കെ ഇരുന്ന് കളിച്ചോളൂ എന്ന്. അപ്പോൾ എന്താ ഗിഫ്റ്റ് വേണ്ടതെന്ന് ചോദിച്ചപ്പോൾ ഞാൻ അങ്ങനെ പറഞ്ഞു, ഇതായിരിക്കും അവർക്ക് ഇഷ്ടമാവുക എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അച്ഛനൊരു ടെൻറ്റും കൂടി വാങ്ങി തന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് ഫിറ്റ് ചെയ്ത് സെറ്റ് ചെയ്ത്, അപ്പോൾ അത്യാവശ്യം ഭയങ്കര വലുപ്പമുണ്ട്. ഞാൻ ആമസോണിൽ ഫോട്ടോസ് കണ്ടപ്പോൾ എനിക്ക് ഇത്രയും വലുതായിരിക്കും എന്ന് അറിയണ്ടായിരുന്നില്ല. അത്യാവശ്യം നല്ല വലുപ്പമുണ്ട്. പിള്ളേരൊക്കെ അതിൻ്റെ ഉള്ളിൽ കയറിയിരിക്കലും കളിക്കലും ഒക്കെ ആയിരുന്നു കുറേ നേരം. പക്ഷേ അത്ര ക്വാളിറ്റി ഉണ്ടോയെന്ന് ചോദിച്ചാൽ കുഴപ്പമില്ല. പെട്ടെന്ന് കീറാനൊക്കെ ചാൻസ് ഉണ്ട്. പിള്ളേരത് ഉപയോഗിക്കണ പോലെ ഇരിക്കും. അത്ര നല്ല മെറ്റീരിയൽ, ഭയങ്കര സ്ട്രോങ് ആയിട്ടുള്ള നല്ല അടിപൊളി സാധനം എന്നൊന്നും പറയാനില്ല. പക്ഷേ പിള്ളേർക്ക് ഇഷ്ടമാവും, കളിക്കും അവർ കുറേ നേരം അതിൻ്റെ ഉള്ളിൽ ഇരുന്നിട്ട്. ഇവർക്കാണെങ്കിൽ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഇനി കുറേ നേരം അതിലൊക്കെ ഇരുന്നിട്ട് അങ്ങനെ കളിച്ച്. കുഞ്ഞാണെങ്കിൽ പിന്നെ അത് കണ്ടതിൻ്റെ ശേഷം അതിൻ്റെ ഉള്ളിൽ നിന്ന് ഇറങ്ങണേ ഇല്ല. അവളേനെ എടുക്കാൻ പോകുമ്പോൾ അവൾ ഓരോ മുക്കിലും അതിൻ്റെ ഓരോ മൂലയ്ക്ക് പോയിരിക്കും, നമ്മൾക്ക് കിട്ടാത്ത രീതിയിൽ. പിന്നെ എനിക്കും അതിൻ്റെ ഉള്ളിൽ കയറാൻ പറ്റുന്നുണ്ട്, അതുകൊണ്ട് പിന്നെ പ്രശ്നമില്ല. അതൊക്കെ കഴിഞ്ഞ് വൈകുന്നേരം ആയപ്പോൾ ഭയങ്കര വിശപ്പ്. അപ്പോൾ എന്താ കഴിക്കാനുള്ളത്, ഞാൻ സ്റ്റോർ റൂമിൽ പോയിട്ട് പരതിയപ്പോൾ കുറച്ച് നട്ട്സിൻ്റെ ഒരു പാക്കറ്റ് ഇരിക്കുന്നുണ്ട്. ഞാൻ നട്ട്സ് എന്ന് കണ്ടപ്പോൾ വിചാരിച്ചു ഫുള്ള് ആൽമണ്ട്സും കാഷ്യൂസ് ആവുന്നു. പക്ഷെ അതിൽ കുറേയൊക്കെ പീനട്ടായിരുന്നു.
പിന്നെ അതൊക്കെ കഴിച്ച് രാത്രിയായപ്പളും പിള്ളേരൊക്കെ വന്ന് അവരുടെ കൂടെ കുറേ നേരം കളിച്ച് പിന്നെയൊക്കെ ഭക്ഷണം കഴിച്ച് എല്ലാവരും അങ്ങനെ ഉറങ്ങി. ഇനിയിപ്പോൾ നാളെ ബർത്ത്ഡേ ആണ്. അപ്പോൾ അതിന് കുറേ ആം, ഒരുക്കങ്ങളൊക്കെ തലേദിവസം തന്നെ ചെയ്യാനുണ്ട്. അപ്പോൾ കുറേ വെജിറ്റബിൾസ് കട്ട് ചെയ്യലും അങ്ങനെ കുറേ പണികളൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ കഴിഞ്ഞ് പിറ്റേ ദിവസം രാവിലെ നോക്കുമ്പോൾ ഉണ്ട് ലയന എനിക്ക് വിളിച്ചിട്ട്, ലയനക്കുട്ടീൻ്റെ സിസ്റ്ററാണ്. അപ്പോൾ അവൾ വിളിച്ചിട്ടുണ്ട് പറയണ് ആമസോണിൽ ഡെലിവറി ബോയ് വരുന്നുണ്ട്. അപ്പോൾ ഞാൻ OTP ഒക്കെ പറഞ്ഞിട്ട് അതൊന്ന് മേടിച്ച് വെക്കുകയെന്ന് പറഞ്ഞു. അപ്പോൾ നോക്കിയപ്പോൾ എന്താ അതൊരു സ്വിങ് ആണ്. അപ്പോൾ ഞാൻ അച്ഛനായിട്ട് ഞങ്ങളെല്ലാവരും കൂടി ഗ്രൂപ്പ് കോൾ ചെയ്ത് ഇങ്ങനെ സംസാരിക്കുന്ന സമയത്ത് പറഞ്ഞിരുന്നു. അച്ഛൻ അപ്പോഴാണ് എന്നോട് ചോദിച്ചത് എന്ത് ഗിഫ്റ്റാണ് വാങ്ങണ്ടേന്ന്. അപ്പോൾ ഞാൻ പറഞ്ഞു ഊഞ്ഞാലല്ലെങ്കിൽ ഇത് മതി, കാരണം അവർക്ക് ഇതിലേതെങ്കിലും ആയിരിക്കും, ഇല്ലാത്തൊരു സാധനം അതാണ്. അപ്പോൾ പിന്നെ ഞങ്ങളിങ്ങനെ വിചാരിച്ചു ഇനിയിപ്പോൾ ഒന്നാവുമ്പോൾ തല്ലൂടും രണ്ടുപേരും കൂടിയിട്ട് എന്നൊക്കെ വിചാരിച്ചിട്ട് പിന്നെ അങ്ങനെ ഞങ്ങൾ ടെൻറ്റ് വാങ്ങിയത്. പക്ഷേ അവളുടെ വക ഒരു ഗിഫ്റ്റായിട്ട് ഇങ്ങനെ ഒരു സ്വിങ് ഓർഡർ ചെയ്തു. രാവണിയും കുഞ്ഞും ഈ സ്വിങ് കിട്ടിയതിൻ്റെ ശേഷം പിന്നെ അതൊന്നും ഇറങ്ങിയിട്ടില്ല. തല്ലാണ് അവിടെ. ഒരാൾ കയറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മറ്റാൾക്കും കയറണം. അങ്ങനെ കുറേ തല്ലും പിടിയൊക്കെ ആയിരുന്നു. പിന്നെ ഞങ്ങൾ രാവിലെ തന്നെ നേരത്തെ തന്നെ ഫുഡൊക്കെ സെറ്റ് ചെയ്ത് വെച്ചു. മോരുകറി ഉണ്ടാക്കി, അവിയൽ, പിന്നെ പൈനാപ്പിൾ പച്ചടി, ഓലൻ, പിന്നെ എന്തായിരുന്നു ക്യാബേജിൻ്റെ ഉപ്പേരി, എലിശ്ശേരി, ചോറ്, പപ്പടം, പിന്നെ പാലട പായസം. അപ്പം ഞങ്ങളെല്ലാവരും ഫുഡ് കഴിക്കാൻ നോക്കുന്ന സമയത്ത് കുഞ്ഞാണെങ്കിൽ ഭയങ്കര ഉറക്കം. അങ്ങനെ കുഞ്ഞില്ലാതെയാണ് ഞങ്ങളെല്ലാവരും കൂടി സദ്യ കഴിച്ചത്. കാറിന്റെ ചാവി എന്തിനാ രാവുവോ? പ്രേതം വരാൻ വേണ്ടി പറയണ മന്ത്രം ഏതാണ്? ഓ ഒന്നുകൂടി ഗുഡ് സ്പിരിറ്റ് പ്ലീസ് കം. അങ്ങനെ ഞങ്ങൾ കേക്ക് കട്ടിങ്ങിന് വേണ്ടിയിട്ട് ബാക്ക്ഗ്രൗണ്ട് ഒക്കെ സെറ്റ് ചെയ്തു. വൈകുന്നേരം പോയിട്ടാണ് ഇതൊക്കെ വാങ്ങിക്കൊണ്ടുവന്നത്. പിള്ളേരും എല്ലാവരും കൂടി ഹെൽപ്പ് ചെയ്തിട്ട് ബലൂണൊക്കെ സെറ്റ് ചെയ്ത് അങ്ങനെ ബാക്ക്ഗ്രൗണ്ടൊക്കെ സെറ്റ് ചെയ്ത് വെച്ചു. രാവുണ്ണിക്കാണെങ്കിൽ ഇപ്പം ഏറ്റവും ഇഷ്ടമുള്ള കാർട്ടൂൺ സ്പൈഡർമാൻ്റെയാണ്. അവൻ പറയാ സാബുമാൻ എന്നാണ്. അപ്പോൾ സ്പൈഡർമാൻ്റെ തീമിൽ ഒരു കേക്കാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പക്ഷെ അവരിങ്ങനെ പറഞ്ഞു, അതായത് നമ്മളിപ്പോൾ ബ്ലാക്കും റെഡും കളറിലൊക്കെ ഉള്ള കളേഴ്സ് ആവുമ്പോൾ കേക്കിൻ്റെ ടേസ്റ്റേ ആകെ മാറുന്നു. ഇപ്പം ഞങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം ഇവന് ബേബി ഫിൻ ആണ് ഇഷ്ടപ്പെട്ട കാർട്ടൂൺ ഉണ്ടായിരുന്നത്. അപ്പോൾ ആ തീമിൽ ചെയ്ത് കഴിഞ്ഞപ്പോൾ ഈ കേക്കിന് വലിയ ടേസ്റ്റ്, കാണാൻ ഭംഗിയുണ്ടെങ്കിലും കേക്ക് ടേസ്റ്റ് ഇല്ല. അപ്പോൾ അന്ന് ഞങ്ങൾ വിചാരിച്ചതാണ് ഇനി ഇങ്ങനെ ഭംഗിയുള്ളമ്മ നോക്കിയിട്ട് കാര്യമില്ല, കഴിക്കാൻ ടേസ്റ്റുള്ള കേക്കാണല്ലോ വേണ്ടത് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അവർ പറഞ്ഞു ബ്ലൂ കളറൊക്കെ ആണെങ്കിൽ വലിയ ചേഞ്ച് ഉണ്ടാവില്ല കേക്കിൻ്റെ ടേസ്റ്റിൽ എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ ഏകദേശം ബ്ലൂ കളറൊക്കെ ആയിട്ട് ഒരു കേക്ക് സെറ്റ് ചെയ്ത് വെച്ചു. കേക്ക് കട്ടിംഗ് ഒക്കെ കഴിഞ്ഞു. അപ്പോൾ ഇങ്ങനെ രാവുവിന് ഇപ്പോൾ 3 വയസ്സായി. ഇപ്പോഴും എനിക്ക് രാവുവിൻ്റെ ഡെലിവറിയും കാര്യങ്ങളൊക്കെ എനിക്കിപ്പോഴും ഡോക്ടർ എനിക്ക് അവനെ എടുത്ത് എൻ്റെ നെഞ്ഞത്ത് കിടത്തിയതൊക്കെ എനിക്കിപ്പോഴും ഭയങ്കര ഒരു ഓർമ്മയായിട്ട് കിടക്കുന്നുണ്ട്. അപ്പോൾ പക്ഷേ ഞാനിങ്ങനെ ആലോചിക്കുമ്പോൾ എത്ര പെട്ടെന്ന് അവന് 3 വയസ്സായി എന്ന് ഞാനിങ്ങനെ ആലോചിക്കും. അങ്ങനെ ഇത്രയേ ഉള്ളൂ വീഡിയോ. ഒരു ബർത്ത്ഡേ ഇങ്ങനെ ഞങ്ങൾ സെലിബ്രേറ്റ് ചെയ്തു. കഴിഞ്ഞ ബർത്ത്ഡേയും ഇവിടെ തന്നെയായിരുന്നു, വീട്ടിൽ തന്നെയായിരുന്നു. പക്ഷെ അന്ന് കണ്ണേട്ടൻ നാട്ടിലില്ല, അന്ന് മാൽദീവ്സിലാണ്. പിന്നെ അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞിട്ടാണ് കണ്ണേട്ടൻ വരുന്നത്. അപ്പോൾ ആ സമയത്ത് അന്നത്തെ ബർത്ത്ഡേക്കാണ് അവന് കാറൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നത് കണ്ണേട്ടൻ. അപ്പോൾ ഒരു ബർത്ത്ഡേ ഇങ്ങനെ ആഘോഷിച്ചു. എന്നും ഒരു നല്ലൊരു ഓർമ്മയായിട്ട് ഇങ്ങനൊരു വ്ളോഗ് എടുത്തിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവനെ എന്നും കാണാമല്ലോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണാം.